ഇന്ത്യയിൽ ഡിജിറ്റൽ വിപ്ലവം തീർത്ത് സ്ത്രീകൾ. ഇന്ത്യൻ സ്ത്രീകൾക്കിടയിൽ ഡിജിറ്റൽ സാക്ഷരതയിലും സാമ്പത്തിക ശാക്തീകരണത്തിലും വൻ കുതിച്ചുചാട്ടമാണെന്ന് 6ാമത് ദേശീയ കുടുംബാരോഗ്യ സർവേ റിപ്പോർട്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സ്ത്രീകൾക്കിടയിലെ ഇന്റർനെറ്റ് ഉപയോഗം ഇരട്ടിയായതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. 2019-2021 കാലയളവിൽ 33.3% ഇന്റർനെറ്റ് ഉപയോഗം 2023-24 കാലയളവിൽ 64.3% ഉയർന്നു. സ്ത്രീകളുടെ സാമ്പത്തിക പങ്കാളിത്തത്തിലും വ്യക്തമായ പുരോഗതിയിൽ ഉണ്ടായതായി സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സ്വന്തമായി ബാങ്കിംഗ് അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടുകളുള്ള സ്ത്രീകളുടെ എണ്ണം 78.6% നിന്നും 89% വർദ്ധിച്ചു. കൂടാതെ വ്യക്തിഗത മൊബൈൽ ഫോൺ കൈവശമുള്ള സ്ത്രീകളുടെ എണ്ണം 53.9% നിന്നും 63.6% ഉയർന്നതായും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സ്ത്രീകളുടെ ഡിജിറ്റൽ ഉൾപ്പെടുത്തലിലും സാമ്പത്തിക ശാക്തീകരണത്തിലും വലിയ മാറ്റമാണ് ഈ കണക്കുകൾ പ്രതിഫലിപ്പിക്കുന്നത്. 15 മുതൽ 24 വയസ്സ് പ്രായമുള്ള യുവതികൾക്കിടയിൽ സുരക്ഷിതമായ ആർത്തവ ശുചിത്വ രീതികളുടെ അവലംബം 77.6% നിന്നും 79.2% ഉയർന്നു. രാഷ്ട്രീയ കിഷോർ സ്വാസ്ഥ്യ കാര്യക്രമം, ജൻ ഔഷധി പദ്ധതി തുടങ്ങിയ കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഇതിൽ നിർണായക പങ്കുവഹിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തിന്റെ ആരോഗ്യക്ഷേമ മേഖലകളിൽ പുരോഗതി ഉണ്ടെങ്കിലും പുതിയ വെല്ലുവിളികളെയും ആരോഗ്യ മന്ത്രാലയം എടുത്തു പറയുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ, മുതിർന്നവരിലെ പോഷകാഹാരക്കുറവ്, പൊണ്ണത്തടി തുടങ്ങിയവ വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണ്. പ്രതിരോധ ആരോഗ്യ സംരക്ഷണം, മാറ്റം, സന്തുലിത പോഷകാഹാരം എന്നിവയിൽ വരും കാലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. മുംബൈയിലെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ് ആണ് ഈ സർവേയുടെ നോഡൽ ഏജൻസിയായി പ്രവർത്തിച്ചത്. 715 ജില്ലകളിലായി ഏകദേശം 6.79 ലക്ഷം കുടുംബങ്ങൾ നടത്തിയ സർവേ ഇന്ത്യയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്കുള്ള പ്രയാണത്തിൽ നിർണായകമായ തെളിവുകൾ നൽകുന്നു. മാത്രമല്ല, ഡിജിറ്റൽ പേയ്മെന്റുകളുടെ പ്രധാന ചാലക ശക്തികളായി ചെറുകിട പട്ടണങ്ങളിലെ വനിതാ സംരംഭകർ, യുവ പ്രൊഫഷണലുകൾ, ഉപഭോക്താക്കൾ എന്നിവർ ഉയർന്നു വരുന്നുണ്ട്. ദൈനംദിന ഇടപാടുകൾ അസാധാരണമായ വേഗതയിൽ ഓൺലൈനായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പുറത്തിറങ്ങിയ ഹൗ അർബൻ ഇന്ത്യ പോയിന്റ് 2025 റിപ്പോർട്ട് അനുസരിച്ച് 2025 സാമ്പത്തിക വർഷത്തിൽ ഇടപാടുകളുടെ അളവ് 35% വർദ്ധിച്ചു. ആമസോൺ പേയുമായി സഹകരിച്ച് കിയാർനി ഇന്ത്യ നടത്തിയ ഈ സമഗ്ര പഠനത്തിന്റെ 2ാം പതിപ്പ് ഓഫ്ലൈൻ വാങ്ങലുകൾക്കുള്ള ഡിജിറ്റൽ പേയ്മെന്റ് മുൻഗണനകൾ 2024 48% നിന്നും 2025 56% വളർന്നുവെന്ന് വെളിപ്പെടുത്തുന്നു. ഇത് 2030 $7 ട്രില്യൺ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയെ മാറുന്നതിനുള്ള ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള പുരോഗതിയെ സൂചിപ്പിക്കുന്നു. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് കുതിച്ചുചാട്ടത്തിന് കരുത്ത് പകരുന്നത് 3 തൂണുകളാണ്: വർദ്ധിച്ചുവരുന്ന ഉപഭോക്തൃ ദത്തെടുക്കൽ, സർക്കാർ നയിക്കുന്ന ഉൾപ്പെടുത്തൽ സംരംഭങ്ങൾ, പരിസ്ഥിതിയെ അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ ആക്സിലറേഷൻ. ഉപഭോക്താക്കൾ പുതിയ ഡിജിറ്റൽ പേയ്മെന്റ് മോഡുകൾ പരീക്ഷിക്കുന്നത് തുടരുന്നതിനാൽ ഉയർന്ന സാമ്പത്തിക സ്വാതന്ത്ര്യം കൂടുതൽ അവബോധത്തിനും പരീക്ഷണത്തിനും കാരണമായി. ഡിജിറ്റൽ വിപ്ലവം സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനാൽ 57% പേർ അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. സമ്പന്നരായ സ്ത്രീകൾ ക്രെഡിറ്റ് കാർഡുകളെയാണ് ഇഷ്ടപ്പെടുന്നത്. അതേസമയം മധ്യവർഗ സ്ത്രീകൾ UPIയും ഡിജിറ്റൽ വാലറ്റുകളും ഇഷ്ടപ്പെടുന്നു. ഇന്ത്യയിലെ ഡിജിറ്റൽ പേയ്മെന്റ് വിപ്ലവം അഭൂതപൂർവമായ വേഗതയിൽ ത്വരിതഗതിയിലായിക്കൊണ്ടിരിക്കുന്നു. 2030 മുൻപ് റീറ്റെയിൽ ഡിജിറ്റൽ ഇടപാടുകൾ $7 ട്രില്യൺ കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 0% ഓൺലൈൻ വാങ്ങലുകൾക്കും ഡിജിറ്റൽ പേയ്മെന്റുകളാണ് മുൻഗണന നൽകുന്നത്. കൂടാതെ ഓഫ്ലൈൻ ചെലവുകളും വേഗത്തിൽ പുനർരൂപകൽപ്പന ചെയ്യുന്നു. വളരുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യത്തോടെ 57% സ്ത്രീകൾ അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ സജീവമായി കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും 80% വനിതാ സംരംഭകർ ഇപ്പോൾ അവരുടെ ബിസിനസ്സുകൾ പണരഹിതമായി നടത്താനാണ് ഇഷ്ടപ്പെടുന്നതെന്നും ഉപഭോക്തൃ ഉൾക്കാഴ്ചകൾ വെളിപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.